ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. ആൻഡ് ഇന്നത്തെ വ്ലോഗ് ഇന്ന് ആക്ച്വലി സാറ്റർഡേ ആണ് കേട്ടോ. ഞാൻ എല്ലാ വീക്കും ചെയ്യണ പോലെ ദിസ് ഈസ് എ സാറ്റർഡേ. ആൻഡ് ഇന്നത്തെ ദിവസം ഐ ഡോണ്ട് നോ കുറേ പണികളുള്ള പോലെ എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഈ കഴിഞ്ഞ വീക്ക് വളരെ വളരെ ഇവൻറ്റ്ഫുൾ. ഇപ്പം എന്താ നടന്നതെന്നൊക്കെ ഞാൻ പറയാൻ പറ്റും. ബിഫോർ ദാറ്റ് ഇംഗ്ലീഷ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് വെച്ചാൽ യൂഷ്വൽ തിങ് സബ്സ്ക്രൈബ് ലൈക്ക് യൂഷ്വൽ തിങ് ഒരു 7-8 വർഷം ഇതെന്നെ പറയാൻ തുടങ്ങിയിട്ട്. അപ്പോൾ എന്തായാലും ഞാൻ അത് പറയുന്നില്ലേ. അപ്പോൾ സോ ലിസൺ, കുറേ കാര്യങ്ങളുണ്ടായി. ബട്ട് ബിഫോർ ദാറ്റ് ഇപ്പോൾ രാവിലെ എണീറ്റിട്ട് ഞാൻ എണ്ണയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട്. കാരണം ഡ്രൈ സ്കാൽപ്പ് എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ വേറെ വല്ലതും ആയി പോകും. കാരണം അമ്മാതിരി ഡ്രൈ സ്കാൽപ്പാണ്. പലരും പറയണേക്കുണ്ട് ഇവിടെ വരുമ്പോൾ ഡ്രൈ സ്കാൽപ്പ് ഉണ്ട്, ചിലവർക്ക് ഈ സമയത്ത് ഡ്രൈ സ്കാൽപ്പ് ഉണ്ട്, ചിലവർക്ക് ഇസ് ഓൾവേസ് ഡ്രൈ സ്കാൽപ്പ് ആൻഡ് ഹെയർ ഫോൾ ലൈക്ക് മീ. അപ്പോൾ ഞാൻ കഴിഞ്ഞ ഏതൊരു വ്ലോഗിൽ പറഞ്ഞ പോലെ ഹെയർ ഫിൽറ്ററൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. സോ ദ മെയിൻ പ്രോബ്ലം ഈസ് കഴിഞ്ഞ വീക്ക് എൻ്റെ വാലറ്റ് മിസ്സിങ് ആയി. ഞാൻ ഷോർട്ട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന് മുന്നെയാണോ അവസാനമാണ് വീഡിയോ വരുന്നതെന്ന് എനിക്കറിയില്ല. സോ എനിക്ക് ഈ മാസം ന്യൂ ബാലൻസിൻ്റെ ഒരു ഷൂ വാങ്ങണമായിരുന്നു. ഞാൻ കുറേ കാലമായിട്ട് മറ്റേ സാറാ സൊല്യൂഷൻ്റെ വീഡിയോസ് കണ്ടിട്ട് എനിക്കൊരു ന്യൂ ബാലൻസിൻ്റെ ഷൂ വേണം. ബിക്കോസ് എനിക്ക് ഫ്ലാറ്റ് ഫുഡ് പ്രോബ്ലം ഉണ്ട്. ദെൻ ഐ വാണ്ടഡ് എ ഗുഡ് ബ്രാൻഡഡ് ഷൂ. ഓക്കെ, അപ്പോൾ അത് ആഗ്രഹിച്ച് ഞാൻ ട്രെൻഡിയോളിന് ഓർഡർ ചെയ്തു. ട്രെൻഡിയോൾ നല്ലതും ലൈക്ക് ഫേക്കും ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ നല്ലതായിരിക്കും എന്ന് വിചാരിച്ചിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു എമൗണ്ടൊക്കെ കൊടുത്ത് മേടിച്ചു. തിരിച്ചു വന്നപ്പോൾ സാധനം വാസ് ഫസ്റ്റ് കോൾ. ഐ ഗോട്ട് ഇറിറ്റേറ്റഡ്. എന്നിട്ട് ഞാൻ അത് റിട്ടേൺ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു ടേബിളൊക്കെ വെച്ച് അന്ന് വർക്ക് ഫ്രം ഹോം ആയിരുന്നു. ഞാൻ എൻ്റെ വാലറ്റൊക്കെ എടുത്ത് ഇവിടെ വേറെ ലൈക്ക് ഒറിജിനൽ അക്കൗണ്ടിൽ നിന്ന്, അതായത് റിയൽ ന്യൂ ബാലൻസിൻ്റെ സെല്ലിയാണ് ഒരു സെല്ലറിൻ്റെ അക്കൗണ്ടിൽ നിന്ന് മേടിച്ച് ഐ ഡിഡ്. ഞാനതൊക്കെ എടുത്ത് വെച്ച് വർക്കൊക്കെ കഴിഞ്ഞ് രാത്രിയായിട്ട് ഞാൻ അക്കൗണ്ടൊക്കെ തുറന്ന് എന്തിനോ വേണ്ടി നോക്കിയപ്പോൾ എൻ്റെ കാർഡ് കാണാനില്ല. അപ്പോഴാണ് ഞാനൊരു അബദ്ധം മനസ്സിലാക്കിയത്. ഐ കെപ്റ്റ് ദാറ്റ് കാർഡ് ഇൻസൈഡ് ദ എൻറ്റയർ വാലറ്റ് ഇൻസൈഡ് ദാറ്റ് റിട്ടേൺ ബോക്സ് ആൻഡ് ഐ റിട്ടേൺഡ്. എന്ത് വേണമെങ്കിലും വിളിക്കാം. പക്ഷെ ഐ വാസ് കോട്ടപ്പ്. എനിക്ക് അതിൻ്റെ ഇടയിൽ ഒരു കോൾ വന്നു. കാര്യങ്ങളൊക്കെ കൊണ്ടാണ് വെച്ചത്. അല്ലാണ്ട് ഞാൻ എന്തായാലും പർപ്പസിൽ ഒരാൾ അതിൻ്റെ ഉള്ളിൽ കൊണ്ടുവയ്ക്കില്ലല്ലോ. കുറേ റൂം നോക്കി, അപ്പുറത്തെ റൂമിലെ കുട്ടികളെ നോക്കി, എല്ലായിടത്തും നോക്കി, ഒന്നും നടന്നില്ല. അവസാനം അവിടെ ഉണ്ടെന്നുള്ള സത്യം എനിക്ക് മനസ്സിലായി. പക്ഷെ അത് വിളിച്ചറിയാൻ കണ്ടിട്ടില്ല. 1-2 ഫുൾ ഡേയ്സ് ഞാൻ വിളിച്ചു, ആരോടില്ല. നെക്സ്റ്റ് വിളിച്ചു, ഫുൾ അലമ്പ്. അവരത് എന്നൊക്കെ പറഞ്ഞിട്ട് റിട്ടയർഡ് ആയിട്ട് ബേസിക്കലി മൈ എമിറേറ്റ്സ് ആയിട്ട് ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, നോൾ കാർഡ്. Imagine my situation. It's been just 2 months and 28 days or 29 days as of now. And in this time frame ഉണ്ടായിട്ടുള്ള ഡ്രാമ എന്നൊക്കെ പറഞ്ഞ സിനിമേനേക്കാളും വലിയ ഡ്രാമകളാണ് ലൈഫിൽ. അറിയാലോ, ഇവിടുത്തെ സിറ്റുവേഷൻ നമുക്ക് അറിയാലോ. അങ്ങനെ അതായത് ലൈക്ക് എനിക്ക് ഉറപ്പായിരുന്നു സാധനം കണ്ടുപിടിക്കാൻ പറ്റും എന്നുള്ളത്. കാരണം എനിക്ക് എൻ്റെ ദൈവത്തിനും ഭയങ്കര വിശ്വാസമുണ്ട്. എന്നിട്ട് ലൈക്ക് അതെൻ്റെ ആണെങ്കിൽ എൻ്റെ അടുത്തേക്ക് തന്നെ തിരിച്ചു വരുന്നത് ഞാൻ അങ്ങനെ പറഞ്ഞുകൊണ്ട് നടന്നു നോക്കിയാണ്. അങ്ങനെ ഒരു ദിവസം ലൈക്ക് 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ഓഫീസിലൊക്കെ പോയി. എനിക്ക് ഭയങ്കര സൗണ്ട് ഔട്ടായിരുന്നു. ഓരോ മണ്ടത്തരങ്ങളൊക്കെ ഓഫീസിൽ പോയി ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ വന്ന് കഴിഞ്ഞിട്ട് ഞാൻ വേറൊരു നമ്പർ കിട്ടിയിട്ട് ഇന്നലെ ഞാൻ അവരെ വിളിച്ച് നോക്കിയപ്പോൾ അയാളോട് പ്ലീസ് എന്നൊക്കെ പറഞ്ഞപ്പോൾ അയാൾ തുറന്നു നോക്കിയപ്പോൾ സാധനം അജ്മാനിലുണ്ട്. ഇനി അത് വേറെ സ്ഥലത്തേക്ക് എത്തണം. അപ്പോൾ എൻ്റെ കൊലീഗിനോട് പറഞ്ഞ്, വേറൊരാളോട് പറഞ്ഞ് അങ്ങനെ പറഞ്ഞ് സാധനം കിട്ടും എന്നായിട്ടുണ്ട്. പക്ഷെ ആൾ ഇതുവരെ കളക്ട് ചെയ്തിട്ടില്ല എന്നാണ് എനിക്കറിയാം. എനിക്ക് ആളെ അറിയില്ലല്ലോ. സോ still it's a question mark. I don't know man. I'm like ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് വെച്ചാൽ കുറേ പണി കിട്ടി കഴിഞ്ഞു. ഇനിയിപ്പോൾ എന്താ വെച്ചാൽ ആയിക്കോട്ടെ. ലൈക്ക് നമ്മൾ പറയില്ല, നമ്മൾ ഓടി വയ്യാണ്ടായി, ഇനിയിപ്പോൾ എന്താ വെച്ചാൽ ഉണ്ടാവട്ടെ, വണ്ടി വന്നിടിച്ചു അമ്മാതിരി അവസ്ഥയിലെത്തിട്ടുണ്ട് ഞാനിപ്പോൾ. അപ്പോൾ പേടിയൊക്കെ ഒന്ന് പീക്കാൻ നമുക്ക് പേടി പോകുന്ന അറിയില്ല. അമ്മാതിരി ഒരു അവസ്ഥയായിട്ടുണ്ട്. കുഴപ്പമില്ല, മൂവിങ് ത്രൂ ഇറ്റ് സംഹൗ സംതിങ് എവറിത്തിങ് ഈസ് ഹാപ്പനിങ്. അപ്പോൾ ഇന്നലെ ഞാൻ പുറത്ത് പോയി വന്ന് കുറച്ച് ക്യാഷ് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അല്ലാണ്ട് എൻ്റെ കാർഡ്സൊന്നും വർക്കിംഗ് അല്ല, ഒക്കെ ബ്ലോക്ക് ചെയ്തു ഞാൻ. ഇൻ കേസ് നിങ്ങളുടെ അങ്ങനെ മിസ് ആവുകയാണെങ്കിൽ ബ്ലോക്ക് ചെയ്യണം. കാരണം ഇവിടെ എന്താ പ്രശ്നം വെച്ചാൽ എല്ലാം ടാപ്പിംഗ് ആണ്. നമ്മുടെ നാട്ടിലിപ്പോൾ ടാപ്പിംഗ് ഉണ്ട് തോന്നുന്നു, പക്ഷേ ഇവിടെ എല്ലാം ടാപ്പാണ്. പക്ഷേ ഗൂഗിൾ പേ അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് വി ഹാവ് ടു ലിറ്ററലി ഗീവ് ക്യാഷ്. അങ്ങനെ അപ്പോൾ അങ്ങനെ ഞാനും ഇന്നലെ പുറത്ത് ഇന്നലെ തുടങ്ങാമെന്ന് വിചാരിച്ച ബ്ലോഗാണ്. പക്ഷേ ഫോണിൽ ചാർജ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ എൻ്റെ ഫോണാണെങ്കിൽ ഇൻ ദ ഫോൺ OnePlus ഇറ്റ്സ് ലൈക്ക് ജീന്തപ്പാക്കടം അത് വർക്കാവുന്നില്ല. വർക്കാവുന്നില്ലെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുമ്പോഴൊക്കെ അത് വർക്കാവുന്നത്. എൻ്റെ ലാപ്ടോപ്പ്, എൻ്റെ ഓഫീസ് ലാപ്ടോപ്പ്, എൻ്റെ മാക്ബുക്ക് അതിന് ഇഷ്ടമുള്ള പോലെ ടൈപ്പ് ചെയ്യും. എൻ്റെ ഫോൺ ഇഷ്ടമുള്ള പോലെ എല്ലാവർക്കും ഇഷ്ടമുള്ള പോലെ ഞാനാണെങ്കിൽ എന്താ ചായക്കോ എന്നുള്ള രീതിയിലാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇന്നുണ്ട് വ്ളോഗിൻ്റെ വീഡിയോൻ്റെ തംബ്നെയിൽ എഡിറ്റ് ചെയ്യണം. വാഴ കാണാൻ പോകാൻ പറഞ്ഞിട്ടുണ്ട്. അത് വേറെ ഫണ്ണി തിങ്. ഇന്നലെ ഞങ്ങൾ പുറത്ത് പോയി. ഇന്നലെ ഞാൻ ഫോണൊക്കെ നോക്കി
അപ്പോൾ നമ്മൾ ഫോണൊക്കെ ഓൾമോസ്റ്റ് സെറ്റായിട്ട് മേ ബി കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും മേടിക്കണം. കാരണം ഇതിൻ്റെ കാര്യം പാവം എൻ്റെ ഫോൺ 3-4 വർഷം ഇങ്ങനെ ഉപദ്രവിച്ചിട്ടുണ്ട്, നാശകോശകേശമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് അതിനെ പറഞ്ഞിട്ടൊരു കാര്യമില്ല. നീ ഫോൺ എന്താണെന്ന് വെച്ചത് പറയുന്നില്ല, ഒന്നും പറയില്ല. അതുപോലെ കുഴപ്പമില്ല, വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രമുള്ള ഫോണത്. അപ്പം എന്തായാലും അങ്ങനെ. അപ്പം എന്തായാലും ഞാൻ ഇന്നത്തെ പരിപാടിയായിട്ട് രാവിലെ എൻ്റെ തലയിൽ ഫുള്ള് എണ്ണയൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ വേറെ ഷൂ മേടിച്ചു, ഗോട്ട് ന്യൂ ബാലൻസ്. പക്ഷെ കണ്ടല്ലേ, പക്ഷെ കുഴപ്പമില്ല. എവറിത്തിങ് ഹാപ്പൻസ് ഫോർ എ റീസൺ എന്നാണ് ഞാൻ എന്നോട് ഇന്ന് പറയുന്നത്. ഞാൻ തടിച്ചു, ഞാൻ അപ്പൊ ഇതാണ് കുളി ഈസ് ഡൺ. പാസ്ത ഹാവ് ബീൻ മെയ്ഡ്. ഹെൽത്തി അല്ല. ഇന്നലെ ഞാൻ രാത്രി ബർഗർ കഴിച്ചു, ഇന്നലെ ഞാൻ ബ്രെഡ് പക്കോട കഴിച്ചു. ഇതൊക്കെ കഴിച്ചിട്ട് എനിക്ക് പേടിയാണ്. കാരണം കളഞ്ഞ സാധനങ്ങൾ ചിലതൊക്കെ തിരിച്ചു വരും. കളഞ്ഞ സാധനങ്ങളൊന്നും എനിക്ക് തിരിച്ച ആവശ്യമില്ല. അത് പാളായാലും സാധനമായാലും എന്തായാലും. സോ പക്ഷെ ഇന്നിപ്പോൾ രക്ഷയില്ല. പാസ്ത ഇസ് ദ ഓൺലി വൺ ഓപ്ഷൻ. ഇത് വീറ്റ് പാസ്ത എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ മേടിച്ചത്. സോ ഐ ഗെസ് ഇറ്റ്സ് നോട്ട് എ ബിഗ് ഡീൽ. ഐ ഗെസ് നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. ഞാൻ നമ്മുടെ പുതിയ വ്ളോഗ് എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഞാനൊരു കാര്യം ഓർത്തത്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഞാനൊരു മാതിരി എപ്പോഴും ഭയങ്കര സാഡ് കോണ്ടൻറ്റാണ് പോസ്റ്റ് ചെയ്യണത്? എനിക്കറിയില്ല, ഞാൻ സാഡ് കോണ്ടൻറ്റ് എന്ന് ഉദ്ദേശിച്ചിട്ടില്ല. ഇൻ കേസ് നിങ്ങൾ അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ എന്നോട് പറയണം. ആൻഡ് ഓൾസോ എനിക്കിങ്ങനെ എന്തെങ്കിലുമൊക്കെ ടോപ്പിക്സിനെ പറ്റി സംസാരിക്കുമ്പോൾ നിങ്ങൾക്കത് കാണാൻ ഇഷ്ടമാണെന്ന് എനിക്ക് മനസ്സിലാവുന്നു. കാരണം അങ്ങനത്തെ വീഡിയോസിന് കുറച്ച് വ്യൂസ് കൂടുതലാണ്. സോ ഇൻ കേസ് ഇഫ് യു ആർ ലൈക്കിംഗ് സച്ച് വീഡിയോസ്, എനിക്ക് കുറച്ച് സജഷൻസ് തരണം എന്താണ് പറയേണ്ടത് എന്നുള്ളത്. കാരണം ഞാൻ മിക്കപ്പോഴും ആ വീഡിയോസ് എടുക്കുന്നത് ഇറ്റ്സ് ജസ്റ്റ് ഫ്രം ചില സമയത്ത് എനിക്ക് പെട്ടെന്നൊരു തോന്നൽ തോന്നുമ്പോൾ എടുക്കുന്ന വീഡിയോസാണ്. ബട്ട് അപ്പാരൻ്റ്ലി കുറേ പേർക്കെങ്കിലും എൻ്റെ ആ ഒരു കഥകൾ കേൾക്കുമ്പോൾ ഒരു മോട്ടിവേഷൻ വരുന്നുണ്ടെന്ന് പലരും പറയുന്നുണ്ട്. സോ ഇഫ് ഇൻ കേസ് ഇഫ് യു ഹാവ് സംതിങ് ടു ടോക്ക് അബൌട്ട്, എനിക്കത് പറയാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ ഐ വിൽ ടോക്ക് അബൌട്ട് ഇറ്റ്. അതർവൈസ് നമുക്ക് സ്കിപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അങ്ങനെ എന്തായാലും നമ്മൾ 11:30 ഷോണ പോകുന്നുള്ളൂ. കാരണം മകൾ എണീറ്റിട്ടില്ല. അതുകൊണ്ട് അപ്പം ഞാനിപ്പോൾ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തു. സോ ഇറ്റ്സ് ജസ്റ്റ് അബൌട്ട് തെറപ്പി, മെൻ്റൽ ഹെൽത്ത് ആൻഡ് എവറിത്തിങ്. കാരണം കുറേ ടോക്സിന് എൻ്റെ അടുത്ത് കേട്ടു. ആൻഡ് ലുക്ക് അറ്റ് മീ, എന്താണ് പറയുക, കോട്ടേജ് കോൾ. ഓക്കെ, അപ്പോൾ എന്തായാലും ഇപ്പോൾ പോരായിട്ടില്ല. ഇപ്പോൾ സമയം 11:34. 11:45 ആകുമ്പോൾ ഇറങ്ങണം. ആ മംഗ്ലൂസ്കി എവിടെയാണാവും. ഫോണിൽ തീരെ ചാർജില്ല. സോ മേ ബി ഇടയിൽ വെച്ച് സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും. ചാർജ് ചെയ്യാൻ വയ്ക്കാൻ മറന്നുപോയി. പക്ഷേ എൻ്റെ ഫോണിൽ തീരെ ചാർജില്ല. അത് എപ്പോൾ വേണമെങ്കിലും നിൽക്കാം. ഞാൻ അവിടെ പോയിട്ട് എനിക്കൊരു ഇത് കിട്ടണം. ആൻഡ് ബൈ ദ വേ, ഈ വ്യൂ ഇസ് സോ ഗുഡ്. നല്ല അടിപൊളി വെയിലുണ്ട്, പക്ഷേ ഇറ്റ്സ് നൈസ്. ചാർജുള്ള വരെ ഞാൻ വ്ളോഗ് ചെയ്യും. എവിടെ എൻ്റെ എമിറേറ്റ് സൈഡിൽ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഡെപ്പോസിറ്റ് 300. മറ്റോടത്തൊന്ന് 100 ചോദിച്ചത്. നീ എന്തിൻ്റെ കാര്യം പിന്നെ ഞാൻ വിചാരിച്ച അതിനി എന്തിനാ ഡെപ്പോസിറ്റ്? ഡെപ്പോസിറ്റ് ഒക്കെ കൊടുത്തേക്ക. അന്ന് 100 മറ്റേ ഇവിടെ നിന്ന് മേടിച്ചത് ഇബൻ ബത്തൂത്തയിൽ. ഞാനിപ്പോൾ വീണ്ടും ഒരു ചാർജർ എടുത്തിട്ടുണ്ട്. സോ നമുക്കിനി ടിക്കറ്റ് എടുക്കണം. കാരണം ഓരോ മണ്ടൻ ഓഫേഴ്സാണ് ഓൺലൈനിൽ കണ്ടുകൊണ്ടിരുന്നത്. യു ഹാവ് ടു ഗോ ആൻഡ് ചെക്ക്. ഓൺലൈനിൽ കാണിച്ചപ്പോൾ 2 ടിക്കറ്റ് എടുത്തിട്ട് 1 ടിക്കറ്റ് ഫ്രീ കിട്ടി. അതും വേറെ എവിടെയായിരുന്നു. സോ ഇവിടെ വന്നിട്ട് ശരിക്കും കുറച്ചും കൂടി നല്ലത് ഇവിടുത്തെ ഹാർഡീസിൽ ഒരു എതിരത്തിൻ്റെ ഒരു ബർഗറുണ്ട്. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഉറപ്പൊന്നുമില്ല. ഞാൻ ഈ
പാൻറ് എടുത്തു. ദിസ് ഈസ് ഫ്രം അസോസ്. പക്ഷേ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയോ, ഇവിടെ അങ്ങനെ എല്ലാ ഇട്ടുകൊണ്ട് എത്ര വലിയ ബ്രാൻഡാണെങ്കിലും നമുക്ക് കണ്ട ഒരുമാതിരി ചീപ്പ് സാധനം വാങ്ങണ പോലെയാണ്. ഇതിന് ഒരു കുഴപ്പമില്ല, ലൈക്ക് ഓഫീസിൽ പോകുമ്പോഴാൻ 25. Should I get it? I'm just confused. എന്ന് പറയുന്ന പദത്തിന്റെ അർത്ഥം അറിയാമോ നിനക്ക്? സ്റ്റുഡന്റ് ആൻഡ് ഹി പുറത്തൊക്കെ പോരുത്. എന്താ പ്രശ്നം? അത് ഈ മോൻ പപ്പടം ചോദിച്ചാൽ ആ മോൻ പപ്പടം കൊടുത്തില്ല. ഇത് എന്റെ പ്രശ്നം. എങ്ങനെയുണ്ടായിരുന്ന പടം? കുട്ടി ചെറുതായിട്ട് കരഞ്ഞു. എനിക്കെന്താ അറിയില്ല, എനിക്ക് കരച്ചിലൊന്നും പറഞ്ഞല്ല. വാഴ 2 എനിക്ക് നല്ല ഇഷ്ടമായിട്ടാണ്. എനിക്ക് പണ്ടിനേക്കാളും 2 ഇഷ്ടമായി തോന്നുന്നു. എനിക്ക് 2 നല്ല ഇഷ്ടമായി. ഞാൻ മേ ബി 1 അത്ര ഇൻവെസ്റ്റഡ് ആയിട്ട് കണ്ടിട്ടില്ല. പക്ഷെ എനിക്ക് കരച്ചിലൊന്നും വന്നില്ല. പക്ഷേ ഇറ്റ് വാസ് ഇമോഷണൽ. ഡൈസോ എൻ്റെ കാർഡ് തിരിച്ച് കിട്ടി ഗൈസ്. എൻ്റെ കയ്യിലെത്തിയിട്ടില്ല, പക്ഷേ ഇറ്റ് ഈസ് ദെയർ. ആളുടെ അടുത്ത് എത്തിയിട്ടുണ്ട്. മേ ബി ഓൺ മൺഡേ ഐ ക്യാൻ കളക്ട് ഇറ്റ്. ആൻഡ് ബൈ ദ വേ എൻ്റെ മൈക്ക് നന്നായിട്ട് റൺ ആവുന്നുണ്ട്, റെക്കോർഡ് ആവുന്നുണ്ടെന്ന് എൻ്റെ ഒരു വിശ്വാസം. അറിഞ്ഞൂടാ, ബട്ട് ഇഫ് ഇറ്റ് ഈസ് ഇറ്റ്സ് ഗുഡ്. എനിക്ക് എന്തായാലും ഹാഷിറ ശരിക്കും അവനെ കാണാൻ ഞാൻ പറഞ്ഞ ആളുടെ ചായ ലിറ്ററലി അവനെ പോലെ തന്നെ ഉണ്ട് കാണാൻ. എൻ്റെ നാട്ടിലേക്ക് പോകുമ്പോൾ സ്നേഹിക്കാൻ എന്തെങ്കിലുമൊക്കെ മേടിച്ചുകൊണ്ട് പോകണം. എനിക്കവരില്ലേ ആ മീനിൻ്റെ കഥ കാണിച്ചപ്പോൾ എനിക്ക് ഓർമ്മ വന്നു. പിന്നെ അവസാനത്തെ ബിറ്റ് എനിക്ക് പെട്ടെന്ന് ഞാൻ സ്നേഹം കൂടി പണ്ട് സ്കൂളിൽ പോയിരുന്ന സമയത്ത് അങ്ങനെ എനിക്ക് ഓർമ്മ വന്നു. കാരണം അവൾ ഇതേപോലെ ബസ്സിൽ വിളിച്ച് എണീക്കില്ല. അവസാനം എൻ്റെ കയ്യിൽ വിക്സ് ഉണ്ടാവും. വിക്സ് ഒക്കെ എടുത്ത് അവളുടെ കണ്ണിൽ തേച്ചേക്ക് സാധനം എണീക്കണില്ല പറഞ്ഞിട്ട് അവരത് മോങ്ങി ഇറങ്ങി വരും ബസ്സിൻ്റെ ഉള്ളിൽ നിന്ന് തുന്തി തള്ളി. അമ്മ അതുപോലെ നിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്, നിൻ്റെ മകളാന്നൊക്കെ പറയട്ടാ. അപ്പോൾ എനിക്ക് അവളോട് ഭയങ്കര ദേഷ്യമായിരുന്നു. പിന്നെ കഴിഞ്ഞ വർഷമാണ് ഞങ്ങൾ കമ്പനി ആയി തുടങ്ങിയത്. അതുകൊണ്ട് എനിക്കിപ്പോൾ അത് കണ്ടപ്പോൾ അത്ര ഇമോഷണലായില്ല. ഹെവൻ ഇൻ ദ സെൻസ്. ഇവിടെ ആക്ച്വലി എല്ലാവിധ കുട്ടിപ്പിക്കരി ഐറ്റംസ് ഉണ്ട്. പക്ഷേ ഇല്ല, ആ സമയത്ത് 8 മണിക്ക് ഞാൻ ആ ബീച്ച് നടക്കാൻ പോകാറുണ്ട്. ജൂൺ പകുതി സമയത്ത് തന്നെയാണ്. ഭയങ്കര ചൂടാ. പിന്നെ ഞാൻ അങ്ങോട്ട് നടക്കും, കാരണം രാവിലത്തേക്ക് ചൂടാല്ല വെച്ചാൽ ഒന്നും അല്ല. ഞാനൊരു പ്രാവശ്യം എന്തോ ഇൻ്റർവ്യൂവിന് പോയിട്ട് അങ്കിളുടെ കൂടെ പോയതാ. കാറിലിറങ്ങി ഫുഡ് കഴിക്കാൻ പുറത്തേക്ക് ഇറങ്ങി. ജസ്റ്റ് കാറിൽ നിന്ന് ഇറങ്ങി ഇങ്ങനെ ക്രോസ് ചെയ്താൽ മതി. അതുവരെ പറ്റില്ല. സൺഗ്ലാസ് വെച്ചിട്ട് വരെ കണ്ണ് തുറക്കാൻ പറ്റില്ല. അമ്മാതിരി ചൂട്. അപ്പോൾ കുഴപ്പമില്ല. By the way, my tuna is tasting good. So അത് ഞാൻ ഇതിലിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. ഷോർട്സിലിടാം. ആൻഡ് ഫിഷിൻ്റെ ആ ഒരു ഫ്ലേവറൊന്നുമില്ല കേട്ടോ. അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ഐ തിങ്ക് ഐം ലൈക്കിങ് ഇറ്റ് മത്ലബ് എല്ലാ ദിവസവും ഉണ്ടാക്കും ഭയങ്കര വാവ് ഒന്നുമല്ല, പക്ഷെ നല്ല. മേ ബി ഒന്നുമില്ല, എല്ലാം കറക്റ്റായിരിക്കും. ഉപ്പും മുളകൊക്കെ കറക്റ്റ് തന്നെയാണ്. മേ ബി ടൊമാറ്റോ പേസ്റ്റ് കുറച്ചിടാം അക്കോർഡിംഗ് ടു നിങ്ങളുടെ ക്വാണ്ടിറ്റി. ഞാൻ ഇട്ടപ്പോൾ എനിക്ക് തോന്നുന്നു ടൊമാറ്റോ പേസ്റ്റ് 2 പേർക്ക് ഉണ്ടാക്കാനുള്ളതുണ്ടായിരുന്നു. പക്ഷേ ഇതിൻ്റെ ബാക്കി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. സോ ദാറ്റ് ഐ ക്യാൻ ഈറ്റ് ഇറ്റ് ഫോർ നൈറ്റ് ഓൾസോ, ഡിന്നർ. അപ്പോൾ ഹലോ, ഇറ്റ്സ് ദ നെക്സ്റ്റ് ഡേ. ആൻഡ് ഞാൻ ഇന്നലെ തന്നെ വ്ളോഗ് വൈൻഡപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ ഞാൻ വെയിറ്റ് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ടീമിൽ കുറച്ച് ഓർഡേഴ്സ് വരാനുണ്ട്. അതും കൂടി കാണിച്ചു തന്നിട്ട് നമുക്കിത് വൈൻഡപ്പ് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിച്ചിട്ടുള്ളത്. ഇതുവരെ വന്നിട്ടില്ല, ഇന്ന് വരണം. ഹായ്, അപ്പോൾ ഇപ്പോൾ സമയം 7 മണിയാവണു. ഞാനിപ്പോൾ വന്നേ ഉള്ളൂ. ആൻഡ് ഞാനിന്ന് ഭയങ്കര സാഡായിരുന്നു. എനിക്കറിയില്ല, ഭയങ്കര സാഡ് എന്ന് പറഞ്ഞാൽ ഉച്ചയായപ്പോൾ എനിക്ക് ഭയങ്കര സാഡായിരുന്നു. അപ്പോൾ ഞാനൊരു കാര്യം, ഞാൻ കഴിഞ്ഞ വർഷം ഭയങ്കര ഡൗൺ ആയിട്ടിരുന്ന സമയത്ത് ഓരോ ദിവസവും എനിക്ക് ഭയങ്കര ഹെവി ആയിട്ട് വരുന്നതും എനിക്ക് ഞാൻ തന്നെ കൊടുക്കണം മോട്ടിവേഷനും ഒക്കെ ഞാനിങ്ങനെ എഴുതി വെക്കാറുണ്ട് നോട്ട്സിലൊക്കെ. ബൈ ദ വേ എൻ്റെ ടീമിൻ്റെ പാക്കേജ് വന്നിട്ട് അത് ഞാൻ വേറൊരു ഷോർട്സ് ആക്കിയിട്ട് ചെയ്യാം. പക്ഷേ എനിക്കിത് കേൾപ്പിച്ച് തരണം എന്ന് എനിക്ക് തോന്നി.
കാരണം എനിക്കത് കേട്ടപ്പോൾ ഉണ്ടല്ലോ, ഞാൻ ഒറ്റയ്ക്കാണെന്നൊക്കെയുള്ള തോന്നലായിരുന്നു എനിക്കിന്ന് ഫുള്ള്. ഞാൻ ഭയങ്കര ഒറ്റയ്ക്കായിപ്പോയി, എനിക്ക് ആരുമില്ല അങ്ങനെ. പക്ഷേ എനിക്കിത് കേട്ടപ്പോൾ എനിക്ക് എന്നോട് തന്നെ കുറേയൊക്കെ ഉണ്ട്, ഞാൻ പക്ഷെ കുറേ ഫുള്ളൊന്നും കേൾപ്പിക്കുന്നില്ല, പക്ഷെ എനിക്ക് കേൾപ്പിക്കണമെന്ന് തോന്നി. വെയിറ്റ്, This is for you. ഈ ഒരു ഓഡിയോ ശില്പ ലിസൺ. This is for you. ഈ ഒരു ഓഡിയോ you will play back in just few days from now. ഇന്ന് ജൂൺ 16th ആണ്, അമ്മയുടെ ബർത്ത്ഡേ ആണ്. ഇന്ന് നിനക്ക് തോന്നുന്നുണ്ടാവും everything is just so heavy and everything is unpredictable and all. പക്ഷേ you were telling yourself you will go back. That business class upgrade, that view, that hired symbol, everything just means something, okay? നീ വിഷൻ ബോർഡിൽ ദുബായ് എന്നുള്ള സാധനം ഡ്രീം ചെയ്തിട്ടുണ്ടെങ്കിൽ you have been there, and it is always a confirmation that you are meant to be there and you are having a job there. Don't doubt yourself. You are going back with the work visa this time. Going back. Everyone will be there around with all the congratulations and everything. You are fucking going back. റെക്കോർഡ് ചെയ്തത് ജൂൺ 16, 2025. ഇതിന് ഞാൻ 15-ാം തീയതി ഞാൻ നാട്ടിലെത്തിയിട്ട് ഞാൻ കരഞ്ഞ് എനിക്ക് ബോധമില്ല. എന്നിട്ട് പിറ്റേ ദിവസം പെട്ടെന്ന് ഒരു എനർജി വന്നപ്പോൾ റെക്കോർഡ്. അങ്ങനെ കുറേ ഉണ്ട് കേട്ടോ, അങ്ങനെ കുറേ ഉണ്ട്. വേറെ ഒരെണ്ണം കൂടി ഞാൻ വായിച്ചത്, ഞാൻ ഫുള്ളൊന്നും വായിക്കണില്ല. ഇത് ഞാൻ എഴുതിയത് 7th, അതായത് ജൂലൈ 16th കേട്ടോ. Was I imagining things? Is it all my survival mode trying to say that I won't be far from Dubai? Was it all a coping mechanism to not to feel abandoned? What was I trying to cling there without any reason, telling myself that I'm going back? Was it all imaginary? Was I just wasting time not to apply to companies here in India? Did I make a mistake by not taking that role my Amma referred? Was it all an illusion I created? Did you really remove the Dubai chapter from my life? കുറേ ഉണ്ട് എനിക്ക് വയ്യ ഫുൾ വായിക്കാൻ. അപ്പോൾ ഉദ്ദേശിച്ച് വന്നത് എന്താണെന്ന് വെച്ചാൽ, ചില കാര്യങ്ങൾ ഇങ്ങനെയാണ്. എൻ്റെ വാലറ്റ് തിരിച്ച് കിട്ടി കേട്ടോ, വാലറ്റ് തിരിച്ച് കിട്ടി. അതും എനിക്കറിയില്ല എന്ന് എങ്ങനെയാണെന്നുള്ളത്. കാരണം അത് ഞാൻ കാർഡ് ബ്ലോക്ക് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ബ്ലോക്ക് ചെയ്തു. പിന്നെ ഞാൻ വേറെ ഒരെണ്ണം റീഇഷ്യൂ ചെയ്യാൻ വെച്ചിട്ട് ഞാൻ റിഷ്യൂ ചെയ്തില്ല. എൻ്റെ മനസ്സിലിങ്ങനെ കിട്ടാൻ ഒരു വഴിയില്ല കേട്ടോ, കിട്ടാൻ ഒരു വഴിയില്ല. ആമസോൺ പോലത്തെ ഒരു പ്ലാറ്റ്ഫോം അല്ലാതെ ഒരു ടർക്കിഷ് പ്ലാറ്റ്ഫോമാണ്. പലരുടെ അടുത്തും പോയിട്ട് ആരുടെയും നമ്പർ വിളിച്ചാൽ പോലും കിട്ടാത്ത സാധനങ്ങളാണ്. എന്നിട്ട് അതെനിക്ക് തിരിച്ച് കിട്ടി. ആൻഡ് ഐം റിയലി ഗ്രേറ്റ്ഫുൾ. എനിക്കറിയാത്ത ആൾക്കാർ പോലും വന്നിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തത്. ആൻഡ് ഐം റിയലി ഗ്രേറ്റ്ഫുൾ. എനിക്കിത് കേട്ടപ്പോൾ എൻ്റെ വിഷമം അപ്പാടെ പോയി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ എന്തായാലും അത്രേ ഉള്ളൂ. എന്തായാലും ഒന്ന് അൺബോക്സ് ചെയ്തിട്ട് ഞാൻ വേറൊരു വീഡിയോ എടുത്തിട്ടുണ്ട്. ഞാൻ ഓവറോൾ ഒരു കുട്ടി ചെയ്തിട്ട് ഇത് കാണിക്കാം, പക്ഷേ മറ്റേത് ഞാൻ ഷോർട്സ് ആക്കിയിട്ട് ഇടാം. ഓക്കെ, അപ്പോൾ സക്സസ്ഫുള്ളി എൻ്റെ ടീം ഹോൾ കഴിഞ്ഞു. ഞാൻ എല്ലാം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിൽ എന്നെ കണ്ട കുറച്ച് നട്ട് ലൂസായ പോലെ ഉണ്ടായിരിക്കും, കാരണം കുഴപ്പമൊന്നുമില്ല. പക്ഷേ എനിക്ക് വിയോർഡായിട്ട് തോന്നുന്നത് ഈ ഒരു സാധനം ഞാൻ എങ്ങനെ ഇടും എന്ന് എനിക്കറിയില്ല. ഇതൊരു സ്റ്റോക്കിംഗ് ആണ്, പക്ഷേ ഹാവ് ടു സീ ഇതെങ്ങനെ ഇടുണ്ടാവും എന്നുള്ളത്. പിന്നെ അല്ലറ ചില്ലറ കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ മേടിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഇത് പറഞ്ഞു പോകുന്നു. ഓ മൈ ലോഡ്, കണ്ടറിയണം എന്താവുന്നു. എന്തായാലും അങ്ങനെയൊക്കെയാണ് ഗൈസ്. ഗൈസ് വിളി തീരെ ഇഷ്ടമല്ല, നിങ്ങൾ ഞാൻ വിളിക്കണം. നോക്കും. ഓക്കെ, സോ ഐ തിങ്ക് ഇതൊരു ഗ്ലാസ് കേട്ടോ. ദിസ് ഈസ് ഗ്ലാസ് കുച്ചുബി പോലത്തെ. ഇതിനകത്ത് ഞാൻ ഇനി എന്തിട്ട് വെക്കും? ഓക്കെ, എന്തെങ്കിലും ആവട്ടെ. അപ്പോൾ എന്തായാലും ഞാൻ ഈ വ്ലോഗ് വൈൻഡപ്പ് ചെയ്യാണ് വിത്ത് എ ഹാപ്പി നോട്ട്. സ്റ്റേ ഹാപ്പി, സ്റ്റേ സേഫ്, എല്ലാവരും പറയണ പോലത്തെ ക്ലീഷേ ഡയലോഗ്. ആൻഡ് അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. ടിൽ ദെൻ ബൈ ബൈ, ടേക്ക് കെയർ.